നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ ഇവിടെ വന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് പോയ വന്ദന എന്ന കുട്ടിയുടെ നമ്പർ അറിയാലോ? ആ, നമ്പർ ഇവിടെ ഉണ്ട്. അവളെ ഉടനെ ഓഫീസിൽ വിളിച്ചു വരുത്തി ജോലി കൊടുത്തിരിക്കണം. കൊടുക്കാം. ശമ്പളം 30,000 അല്ല 50,000 കൊടുക്കാം. രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെ ഉദ്യോഗാർത്ഥികൾ വന്നുകൊണ്ടേയിരിക്കും. അതൊന്നും അല്ല ആള് പറയുന്നത്. സ്റ്റാഫിനെ കൊണ്ട് കഴുതയെ പോലെ പണിയെടുപ്പിച്ചിട്ട് കുറഞ്ഞ ശമ്പളമല്ലേ നിങ്ങളുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്? അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാ ഉദ്യോഗാർത്ഥികളുടെ തള്ളിക്കയറ്റം ഇല്ലാതെ പോകുന്നത്. സ്കൂൾ ഫീസും ഓട്ടോ ഫീസും ഒക്കെ ആയി മാസം മാസം നല്ലൊരു തുക ചെലവാവും. വലിയ പ്രതീക്ഷയില ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അവിടുത്തെ ജോലി ചെയ്യാൻ ഞാൻ പ്രാപ്തയായിരുന്നു. പക്ഷെ അവസാനം എന്നെ അവരോട് എന്റെ വിദ്യാഭ്യാസത്തിനുള്ള സാലറി ഡിമാൻഡ് ചെയ്തത് തെറ്റായിപ്പോയോ? നല്ല കുടുംബത്തിൽ വളർന്ന ദീമോളെ നല്ല രീതിയിൽ തന്നെ വളർത്തണം. അതിനെനിക്കൊരു ജോലി വേണം. ജോലി കൂടിയേ തീരൂ. ഒടുവിൽ എല്ലാ യോഗ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് വന്നപ്പോ ചോദിച്ച ശമ്പളം കൊടുക്കാൻ നിങ്ങൾ തയ്യാറായതുമില്ല. വന്ദനയുടെ കുട്ടിയുടെ അസുഖം മാറ്റേണ്ട ബാധ്യത കമ്പനിക്കില്ല എന്നൊരു കുത്തുവാക്കും കൂടെ തൊടുത്തുവിട്ടല്ലേ നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടത്? ജഗൻ, കമ്പനിയുടെ MD എന്ന നിലയിൽ ചില ഫോർമാലിറ്റീസ്. എന്ത് ഫോർമാലിറ്റീസ്? 2 സ്ഥലത്ത് പണിയെടുത്ത എക്സ്പീരിയൻസ് ആ കുട്ടിക്കുണ്ട്. എന്ത് റിസ്കും എടുക്കാനുള്ള മനസ്സുമുണ്ട്. മാന്യമായ ശമ്പളം 30,000 രൂപ, അതല്ലേ ചോദിച്ചോളൂ. പിന്നെ എന്ത് ഫോർമാലിറ്റി ആണാവോ MDക്ക് വേണ്ടത്? ക്ഷമിക്കണം ജഗൻ. ദീമോളുടെ ചെലവ് മാത്രമല്ല, ഇനി മുതൽ അച്ഛന്റെ അമ്മയുടെയും ചെലവ് കൂടി നോക്കണം എനിക്ക്. ദേവി, ഇനിയെങ്കിലും ഈ പരീക്ഷണം ഒന്ന് നിർത്തി ഒന്ന് സഹായിച്ചൂടെ അമ്മേ? ഈ പോസ്റ്റിന് 15,000 രൂപയാണ് കമ്പനിയുടെ സാലറി ലിമിറ്റ്. അത് കൊടുക്കാമെന്ന് സമ്മതിച്ചതുമാണ്. അത് പോരാ. അർഹതപ്പെട്ടവർക്ക് അർഹമായ ശമ്പളം തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ ഒരു സഹായവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അയ്യോ, ചതിക്കല്ലേ ജഗൻ. ഞാൻ എന്തു വേണോ ചെയ്യാം. ചെയ്യാവുന്നേറ്റ സഹായം നിഷേധിക്കരുത്. എന്റെ പ്രതീക്ഷയാണത്. ഇപ്പൊ ഇവിടെ വന്ന് ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് പോയ വന്ദന എന്ന കുട്ടിയുടെ നമ്പർ അറിയാലോ? ആ, നമ്പർ ഇവിടെ ഉണ്ട്. അവളെ ഉടനെ ഓഫീസിൽ വിളിച്ചു വരുത്തി ജോലി കൊടുത്തിരിക്കണം. കൊടുക്കാം. ശമ്പളം 30,000 അല്ല 50,000 കൊടുക്കാം. അത് വേണ്ട. മാന്യമായ ശമ്പളം 30,000 രൂപ, അത് തൽക്കാലം കൊടുത്താൽ മതി. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയത്. അത് പിന്നെ പ്രത്യേകം പറയണോ? ജഗന് വേണ്ടപ്പെട്ട കുട്ടിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്റർവ്യൂവിന് പോലും വിളിക്കാതെ ജോലി കൊടുക്കായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ വന്ദനയെ വിളിക്കാം. അച്ഛൻ ചെയ്തു തരാവുന്ന ഏറ്റ സഹായങ്ങളൊക്കെ ചെയ്തു തരണം. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഏർപ്പാടിനും മാറ്റം ഉണ്ടാവണം. ഉണ്ടാവും. ഉടനെ തന്നെ ശമ്പളവും കൂട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ശരി, തീർച്ചയായും. ബൈ. ഹലോ, വന്ദനയല്ലേ? അതെ, ആരാ മനസ്സിലായില്ല? ഞാൻ നിങ്ങളിപ്പോ ഇന്റർവ്യൂവിന് വന്ന കമ്പനിയുടെ MD-യാ. സർ, എന്താണ് സർ? ഞങ്ങളുടെ കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജറായി വന്ദനയെ സെലക്ട് ചെയ്തിരിക്കുന്നു. സർ, സത്യമാണോ? അതെ, സത്യമാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ശമ്പളവും കമ്പനി
എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. കുറച്ചു മുന്നേ സർ അപ്പോഴങ്ങനെ പറയേണ്ടി വന്നു. തന്നെയുമല്ല, അതൊക്കെ ഇന്റർവ്യൂവിന്റെ ഡിഫറൻറ്റ് സ്റ്റേജുകളല്ലേ. എല്ലാ ഘട്ടങ്ങളും വന്ദന വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഞങ്ങൾ ഉടനെ നിങ്ങളുടെ മെയിലിൽ അയച്ചേക്കാം. ഓക്കെ സർ. ഓക്കെ വന്ദന, നാളെയോ മറ്റന്നാളോ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ സർ. വന്ദനയുടെ മുഴുവൻ പെർഫോമൻസും അതുപോലെ കമ്പനിയിൽ ചെയ്യുന്ന ജോലിയിലും കാണിക്കാം. തീർച്ചയായും സർ. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എന്തായാലും വർക്ക് ചെയ്യും. ഓൾ ദി ബെസ്റ്റ് വന്ദന. താങ്ക് യു സർ. നന്ദി എന്നോടല്ല, ഈ ജോലി വന്ദനയ്ക്ക് തന്ന ദൈവത്തോട് തന്നെ പറയാ. അപ്പോ കാണാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ദേവി, എത്ര? 100. ശരി. ഹലോ വന്ദന. അല്ല, വന്ദന എന്താ ഇവിടെ? നിക്ക്, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. വിശേഷം ചോദിക്കാൻ കണ്ടൊരു നേരം. അല്ല, ഇവിടെ ഇന്റർവ്യൂവിന് വന്നതാണോ? എന്നിട്ട് ജോലി കിട്ടാതെ തിരിച്ചുപോയി. അല്ല, എന്നിട്ടെന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? അതൊരു ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് കൂട്ടിക്കോ. ജോലി തരാതെ എന്നെ പറഞ്ഞു വിട്ടപ്പോഴാ MDക്ക് ദയവ് തോന്നിയത്. ജോലി ഓക്കെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചു വരാൻ പറഞ്ഞു. അതാ ഞാൻ വീണ്ടും വന്നത്. അതൊരു സംഭവം തന്നെയാണല്ലോ, അല്ലേ? അല്ല, വന്ദനയ്ക്ക് എന്തെങ്കിലും മാന്ത്രിക വിദ്യ വശമുണ്ടോ? ചിലപ്പോ MD വിളിച്ച് ആരെങ്കിലും ശുപാർശ ചെയ്ത് കാണും. അങ്ങനെ ഒരാള് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്റെ മനസ്സ് മനസ്സിലാക്കിയ ഒരാളായിരിക്കും. അതാരാ വന്ദനയുടെ മനസ്സ് മനസ്സിലാക്കിയ ആ ഒരാള്? ഈശ്വരൻ. ഓ, ഈശ്വരൻ. വലിയ തിരക്കുള്ള ആളല്ലേ. അവിടെയും ഇവിടെയൊക്കെ കറങ്ങി നടന്ന് സമയം കളയാതെ പെട്ടെന്ന് പോയി എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കും. വന്ദന ഇനിയും വന്നില്ലേ? ഫോണും വിളിച്ചില്ലേ അമ്മ? ഇല്ല, ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് ഞാനും അങ്ങോട്ട് വിളിച്ചില്ല. ഇന്റർവ്യൂ കഴിഞ്ഞ് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരേണ്ട നേരവും കഴിഞ്ഞല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.